നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്കിടയിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റഡായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ റീഡിങ്സ് റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങളുടെ കമൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബന്ധം ഏത് രീതിയിലേക്ക് മാറണം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നുള്ളത് അത് സംഭവിച്ചു എന്ന ഫീലിങ്സോട് കൂടി അഫർമേഷൻസ് ആയിട്ട് എഴുതുക കേട്ടോ. നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്നത് നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമാകില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യവും അത് എഴുതുന്നതനുസരിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും പ്രപഞ്ചം അത് ഓർമ്മയിൽ വെച്ചിരിക്കും. നിങ്ങൾക്കതിൻ്റേതായ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എഴുതുക എന്നൊരു ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നീട് ബാക്കി എല്ലാ കാര്യവും പ്രപഞ്ചം ഏറ്റെടുക്കും. അക്ഷരങ്ങളുടെ ശക്തി അത്രത്തോളം പവർഫുള്ളാണ്, വാക്കുകളുടെ ശക്തിയും അത്രത്തോളം പവർഫുള്ളാണ്. അപ്പം നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ലൈഫിൽ മാറ്റം വരും. 2026 നമ്മുടെ വർഷമാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒരാൾക്ക് പോലും നഷ്ടം വരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ബുക്കിനകത്ത് നമുക്ക് വേണ്ട, ഞാൻ പറഞ്ഞിരുന്നില്ലേ, 15 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റിപ്പീറ്റ് എഴുതി പൊയ്ക്കോളുക കേട്ടോ. കാരണം നിങ്ങളത് എഴുതി വെച്ചാൽ മതി, നിങ്ങളിലേക്ക് അത് വന്നു ചേരും. അതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്നുള്ളത്. നിങ്ങളത് തിരിച്ചറിയുക. നമ്മളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവാണോ അത്രത്തോളം നമ്മളിലേക്ക് ഓരോ കാര്യങ്ങൾ വരും. അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന പിരിമുറുക്കം, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, ആൻസൈറ്റി, മാനസിക പിരിമുറുക്കങ്ങൾ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതായത് ഒരു മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്, നല്ല ഒരു മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്. സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി ഉള്ളവരൊക്കെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എഴുതണം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തി, ഏത് വ്യക്തികളെ കണക്റ്റ് ചെയ്താണെങ്കിലും ഏത് ബന്ധത്തെ കണക്റ്റ് ചെയ്താണെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ട്രോമാസ്, ദേഷ്യം, നമ്മളുടെ ശരീരത്തിനുള്ള മോശമാകുന്ന കെമിക്കൽസുകൾ പുറപ്പെടുവിക്കുന്നതാണ് ദേഷ്യം, വൈരാഗ്യം, ഓവർ തിങ്കിങ്, അതുപോലെ ഇമോഷൻസ്. ഇത് ആ ഒരു പെയിൻ എനർജി, വെറുതെ നമ്മൾ വളരെയധികം ഡിസ്റ്റർബൻസ് ആവുക, അത് ഓർത്ത് കരയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ എഴുതണം. അത് എന്താണ് അതിന് കാരണമെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളത് എഴുതി കത്തിച്ച് കളഞ്ഞിരിക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊരു 10 ദിവസം ചെയ്താൽ മതി. തമാശയല്ല പറയുന്നത്. റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് 10 ദിവസം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് മാറ്റം 100% മനസ്സിലാക്കാൻ പറ്റും. എഴുതുക, കത്തിച്ച് കളയുക. വീണ്ടും നമുക്ക് മാനസിക പ്രശ്നം തോന്നുമ്പോഴും ഒരു പിരിമുറുക്കം തോന്നുമ്പോഴും എന്ത് ചെയ്യുക? എഴുതുക, കത്തിച്ച് കളയുക. അതുപോലെ അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കണം. അതായത് നമ്മളുടെ സ്വപ്നങ്ങളാണ് അഫർമേഷൻസ്. നമുക്കത് സംഭവിച്ചിരുന്നെങ്കിൽ, അതായത് എത്ര വലിയ സ്വപ്നവും കാണാം, കോടികൾ നേടിയെടുത്തിരിക്കുന്ന സ്വപ്നം കാണാം, വലിയ വീടുകൾ പണിത സ്വപ്നങ്ങൾ കാണാം, ഒരുപാട് ആഡംബര കാറുകൾ വാങ്ങുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെ കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതുന്നു, അഫർമേഷൻസ് ആയിട്ട് എഴുതുന്നു. അതുപോലെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. നന്ദി എന്ന് പറയുന്നൊരു കാര്യവും നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകണം. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2026 നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനകത്ത് ഒരു തടസ്സവും നിങ്ങൾ വരുത്തല്, ഒരു കൺഫ്യൂഷനും വരരുത്. മാജിക്കിൽ വിശ്വസിക്കുക. ലോജിക്കിലേക്ക് പോകാതെ മാജിക്കിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വരും. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന വേദന അവരെ എത്രത്തോളം കണക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യത്തിന് ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരത് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു ടെലിപ്പതി മെസ്സേജ് പോലെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ്
അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അവരത് വളരെയധികം മാനസികപരമായി പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അവരിൽ കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്ക് ശക്തമാകുന്ന രീതിയിൽ ഒരു തിരിച്ചറിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്തത്, അവരുടെ ലൈഫിൽ സംഭവിച്ചത്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരുന്ന മിസ്റ്റേക്കുകൾ, ഇതെല്ലാം അവർ വളരെ വ്യക്തമായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്നത് അവരിലേക്ക് തീർച്ചയായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. അവർ തിരിച്ചറിവിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ കുടുങ്ങി നിൽക്കേണ്ടി വരുന്നു. അവർക്ക് ഒന്നും തന്നെ മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരവസ്ഥയിൽ, ഒരു ചെറിയൊരു ട്രാപ്പിഡ് എനർജി അല്ലെങ്കിൽ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇമോഷണലി നിങ്ങളുടെ കൺട്രോളിലാണ് അവർ കേട്ടോ. നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിലും, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും, നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും 100% ഞാൻ നിങ്ങളോട് പറയാം, ഈ വ്യക്തി നിങ്ങളുടെ ബന്ധനത്തിലാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകളിലും ആ ഒരു ഇമോഷണൽ ബന്ധനത്തിലുമാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചൊരു ജീവിത സിറ്റുവേഷൻ സ്വപ്നം കണ്ടവരാണ്. ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഒരു പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ആക്ഷൻ എടുത്തിരുന്ന ചില സമയങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ചില നല്ല ഉറച്ച തീരുമാനങ്ങൾ ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ ചിന്തകളിൽ, അവരുടെ ഓർമ്മകളിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ ശക്തമായിട്ടുണ്ട്. അതവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പുറത്ത് ആരോടും പറയാതെ, നിങ്ങളെക്കുറിച്ച് ആരോടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ അവർ ഹൈഡ് ചെയ്ത്, എന്നാൽ വിട്ടുകളയാൻ ഇഷ്ടപ്പെടാത്ത വിധം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ് നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അവരുടെ ഒരു പാർട്ട്ണർ എനർജി നിങ്ങളാണ്. നിങ്ങൾക്കപ്പുറത്തേക്ക് വേറൊരാളെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. വിധിയാണ് നിങ്ങളെ തമ്മിൽ തടസ്സം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. സമയത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസുകളുണ്ട്. അതുപോലെ ചുറ്റുപാടിനെ ബേസ് ചെയ്ത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു വിധിക്ക് വിട്ടുകൊടുത്ത് നിങ്ങളുടെ പേഴ്സണും നിൽക്കേണ്ടി വരുന്നത് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു വ്യക്തിയും. ആ ഒരു പേഴ്സണെ സംബന്ധിച്ചും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കാനോ നിങ്ങളിലേക്ക് ഓടി വരാനോ, നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷണൽ പരമാകുന്ന ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്കിതിൽ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. സമാധാനപരമായിട്ട് അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുകയാണ്. പയ്യെ പനയും തിന്നാം എന്നുള്ള രീതിയിൽ അവർ മനസ്സിൽ ചിന്തിക്കുന്നത് ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യാം, വരുന്നത് പോലെ കാര്യങ്ങൾ കടന്നു പോകട്ടെ. അതായത് വിധിക്ക് വിട്ടുകൊടുക്കുക എന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളെ ശരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളറിയാതെ നിങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലും വേദനയും എല്ലാം അവരുടെ ആ ഒരു ആ ഒരു ഉൾമനസ്സുകൊണ്ട് കാണുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളെ അവരിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ലോസ് എനർജി, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങൾ സ്വയം സംസാരിക്കുന്നത്, ഇതെല്ലാം ഒരു ടെലിപ്പതി പോലെ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അവർക്കും ആ ഒരു ഫീലിങ്സ് നിങ്ങളോടൊപ്പം തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണേലും നിങ്ങളറിയാതെ നിങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ആ ഒരു വ്യക്തിയും കറൻറ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലെ ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എനർജി എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കപ്പുറത്തേക്ക് മറ്റൊന്നിനെയും അവർക്കൊരു പാർട്ട്ണർ എനർജിയിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ബന്ധങ്ങളുണ്ടാവാം, തേർഡ് സിറ്റുവേഷൻസ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പക്ഷേ അവരുടെ മനസ്സിൽ തട്ടിയ, അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എനർജി നിങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ ചാരിയറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷെ അവർക്ക് കൺഫ്യൂഷനാണ്. അതായത് അവരെടുക്കുന്ന കാര്യം കറക്റ്റ് ആയിരിക്കുമോ, അവർ ചെയ്യുന്നതെല്ലാം പൂർണ്ണതയിൽ എത്തുമോ, ഇതിനൊരു പോസിറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി അവരെ പിടിച്ച് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ടേക്ക് കുതിക്കാൻ, അതായത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുമ്പോഴും അവരുടെ മനസ്സ് പുറകോട്ടൊന്ന് പിടിച്ചു വലിക്കുന്നത് ടു സിറ്റുവേഷൻസ് എനർജിയാണ്, കൺഫ്യൂസ്ഡ് എനർജിയാണ്. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു
പവർ എനർജി ഒരു വ്യക്തിക്കില്ല കേട്ടോ. കാരണം എവിടെയും നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സൺ. ഒരു ബ്ലൈൻഡ് എനർജി എപ്പോഴും ഈ ഒരു വ്യക്തിയിലുണ്ട്. അതായത് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക എന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അസാധ്യമാണ്. അതിനുള്ളൊരു മൈൻഡ് പവറോ വിൽ പവറോ ഈ ഒരു വ്യക്തിയിലില്ല. അതാണ് നിങ്ങൾക്കിടയിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം. ശരിക്കും ഒരു ഇമോഷണൽ പെയിൻ അവരനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ആഴത്തിൽ വേദനിക്കുന്നു അത്രയും ആഴത്തിൽ അവർക്കും വേദനിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസിൽ. അവരെ സംബന്ധിച്ച് അവരെവിടെയാണെങ്കിലും അവിടെ അവർക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാനോ ഹാപ്പിനെസ്സോടുകൂടി കടന്നു പോകാനോ പറ്റാത്ത വിധം അവരും ആ ഒരു പെയിൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും അവർ തൊടുന്നതെല്ലാം അവർക്ക് വെല്ലുവിളിയായി തീരുന്നു, തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരിലേക്കൊരു ട്രാവൽ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. വിദേശത്തേക്കുള്ള വ്യക്തികളാണ് എങ്കിൽ അവരിലേക്കൊരു ട്രാവൽ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ മദറിൻ്റെ കോൾ ആയിരിക്കാം അവരൊരു ട്രാവലിംഗ് എനർജിയിലേക്ക് ഇപ്പം കണക്റ്റഡ് ആകുന്നത്. അവർ ആ ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസിൽ മദർ എനർജിയുടെ പ്രസൻസ് കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ മദറിൻ്റെ ഒരു ആവശ്യപ്രകാരമോ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തോ ആയിരിക്കാം അവർക്കൊരു ഉടൻ ഒരു ട്രാവൽ എനർജി ചിലരുടെ എനർജികളിലുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ബ്ലോക്ക് ആക്കുന്നുമുണ്ട് കേട്ടോ. ഒരു എനർജിയിലേക്ക് കുറച്ച് എനർജികളിൽ കണക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ട്രാവലിംഗ് വരുമ്പോഴും മറ്റ് ചില എനർജികളിൽ മദർ എനർജിയുടേതോ അതല്ല എങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടേതോ വിഡോ എനർജിയിലുള്ള സ്ത്രീയുടേതോ ആയ ഒരു ബ്ലോക്കേജ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആക്ഷൻ എടുക്കാൻ സമ്മതിക്കാത്ത വിധം ബ്ലോക്ക് ആക്കുന്നുണ്ട്. അതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അയാൾ സ്ട്രെസ് എനർജിയിലാണ്, വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. ഒരു സമാധാനപരമാകുന്ന തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നിലധികം പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിയെ ബാധിക്കും. ആ ഒരു പേഴ്സൺ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നിലധികം പ്രശ്നങ്ങൾ അവരെ ബാധിക്കുമെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു നിങ്ങളുടെ വ്യക്തി അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ അവരെ ആരോ അമിതമായിട്ട് വാച്ചിങ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വാച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരിലേക്ക് അവർക്കൊരു സ്വന്തമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ അവരിൽ നിഴലുപോലെ ആരുടെയൊക്കെയോ പ്രസൻസ് ഉണ്ട്. അവർക്കൊരു ആക്ഷൻ എടുക്കാനോ അവർക്കൊരു സ്വസ്ഥമായിട്ട് ഒരു തീരുമാനങ്ങളിലൂടെ പോകാനോ ഒരു പക്ഷേ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ ആഗ്രഹിക്കുമ്പം അവരുടെ ഉള്ളിൽ അവരെ പിന്തുടരുന്ന ചില വ്യക്തികളുടെ എനർജി നിൽക്കുന്നത് അവർക്ക് വളരെയധികം ഭയവും സ്ട്രെസ് എനർജിയും ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളിൽ നിന്നും ഇമോഷണലി ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും വിട്ടുപോയൊരു സിറ്റുവേഷൻസാണ് പാസ്റ്റിലെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി വിട്ടുപോവുകയും പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തു പോവുകയും അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളിൽ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തിയ സമയങ്ങളുമുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അവർക്ക് പ്രൊട്ടക്റ്റഡ് ആവാൻ അവർ നിങ്ങളിൽ പല കാര്യങ്ങളും തെറ്റായിട്ട് നിങ്ങളുടെ തലയിൽ ചുമത്തിയ സിറ്റുവേഷൻസുമുണ്ട്. പക്ഷേ ഇപ്പോൾ അവരതെല്ലാം ഓർത്ത് വളരെയധികം ഖേദിക്കുന്നു. അതുമാത്രമല്ല നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ഒരു അവസരം അവർ ആഗ്രഹിക്കുന്നു. ശരിക്കും അവർ ചെയ്ത എല്ലാ തെറ്റിലും, കാരണം അവർക്ക് ഫ്യൂച്ചറിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ലൈഫിലേക്ക് വന്ന സമയത്താണ് നിങ്ങളിൽ അവർ കുറ്റങ്ങൾ ചാർത്താൻ തുടങ്ങിയതും നിങ്ങളെ അകറ്റി നിർത്താനും അപമാനിക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള എനർജികൾ കാണാൻ സാധിക്കുന്നത്. അവരിലൊരു ഫ്യൂച്ചർ പ്ലാനിങ് വന്നു. മറ്റ് ചില പ്രതീക്ഷകൾ മറ്റ് ചില ലക്ഷ്യങ്ങളെ അവർ ഫോക്കസ് ചെയ്തപ്പം നിങ്ങൾ അവർക്കിടയിൽ ഒരു ഭാരമാണ് എന്നവർ മനസ്സിലാക്കി. പക്ഷേ ഇന്നവരതോർത്ത് നിരാശപ്പെടുകയാണ്. കുറ്റബോധവും ഫസ്ട്രേഷനും അവരനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. നിങ്ങൾ ഏത് രീതിയിലൊക്കെയാണോ മാനസികപരമായിട്ട് ഇപ്പോൾ കടന്നു പോകുന്നത് അതേ അവസ്ഥകളെല്ലാം അവരിലുമുണ്ട്. ശരിക്കും അവർക്കൊരു ഷെയറിങ് ചെയ്യാൻ ആരുമില്ല. അവരുടെ പ്രശ്നങ്ങൾ അവർക്കൊന്ന് തുറന്നു പറയാനോ മാനസികമായിട്ടൊരു സമാധാനം ഒരു റിലാക്സ് എനർജിയിലേക്കോ
പോകാനായിട്ട് ആരും തന്നെ അവർക്ക് സപ്പോർട്ടായിട്ടില്ല. മാത്രവുമല്ല അവരൊരു ഡബിൾ എനർജി പ്രസൻസിലാണ്, വളരെ ശക്തമാവുന്ന പവർ ലോസിങ് എനർജിയിലാണ്. ഒരു പക്ഷേ നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അത് മറ്റേത് രീതിയിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലുമൊക്കെ നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിപ്പം ആ ഒരു അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവർ പ്രതീക്ഷിച്ചതെല്ലാം അവരെന്താണോ അവർ കറൻറ്റിൽ നിൽക്കുന്ന സിറ്റുവേഷൻസുകളിൽ നിന്നും എക്സ്പെക്റ്റേഷൻ ചെയ്തത് അതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അവർ പ്രതീക്ഷിച്ചതൊന്നും അവരിലേക്ക് വന്നു ചേരാതെ അവർ പൂർണ്ണമായിട്ടും ഒരു പവർ ലോസ് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് കർമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിധി, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തേടി വരുമെന്ന് പറയുന്നത് പോലെ അവരിലേക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചൊരു കൺട്രോളിങ് വിൽ പവർ എനർജിയൊക്കെ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെപ്പോഴും ഒരു ട്രാപ്പ് എനർജിയിലാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് ഒരു കാര്യത്തിലും ആക്ഷൻ എടുക്കാൻ സാധിക്കാത്ത വിധം അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് ഒന്നും തന്നെ ചെയ്യാനോ പറയാനോ ആക്ഷൻ എടുക്കാനോ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ശരിക്കും അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ഫീലിങ്സ്, അവർ ചെയ്തത് തെറ്റാണോ, അവരെടുത്ത തീരുമാനം, അവരില്ലെങ്കിൽ പ്രവർത്തിച്ചതെല്ലാം ഒരു കറക്റ്റ്നെസ് ഇല്ലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പം അവർക്കൊരു ഇംബാലൻസിങ് എനർജി വന്നപ്പോൾ, അവരുടെ ലൈഫിലൊരു പതർച്ച വന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരാകെ ഓവർ തിങ്കിങ് ചെയ്യുകയാണ് അവരുടെ ഓരോ പ്രവർത്തികളെക്കുറിച്ച്, അവർ പറഞ്ഞ കാര്യങ്ങൾ, പ്രവർത്തിച്ച കാര്യങ്ങൾ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ, ഇതെല്ലാം അവർ റിപ്പീറ്റ് കണക്റ്റ് ചെയ്ത് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ്. ഓവർ തിങ്കിങ് ആണ് അവരിലെ മിസ്റ്റേക്കുകൾ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേറെ ചില സിറ്റുവേഷൻസിനോടൊരു പാഷനും ആഗ്രഹവുമൊക്കെ തോന്നിയിരുന്നു. അതിലവർ വലിയ ഒരു അവരെല്ലാം തികഞ്ഞതാണ്. അവരുടെ തീരുമാനങ്ങളൊക്കെ കറക്റ്റാണ്. അവരുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകാൻ പോകുന്നു എന്നൊക്കെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് കേട്ടോ നമുക്ക് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അവർ കണ്ടിരുന്നു കേട്ടോ. ശരിക്കും അവരെല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് കൊടുക്കാനും കെയറിങ് ചെയ്യാനും അവരേറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഇതെല്ലാം തേർഡ് സിറ്റുവേഷൻസിനോടൊപ്പം തന്നെ ആയിരുന്നു. അവരുടെ ഒരു സ്വപ്നം, അവരുടെ ഒരു റൊമാൻസ് ആഗ്രഹം അവർ റിയാലിറ്റി ആയി എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കറൻറ്റ്ലി ഇപ്പം ഒരു ഇംബാലൻസിങ് എനർജിയാണ്. അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നുണ്ട്. കർമ്മ നേരിടുകയാണ് കേട്ടോ. ശക്തമായ ഒരു കർമ്മയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈഗോയെല്ലാം ഇടിഞ്ഞു. വളരെ ശക്തമായ ഈഗോയും ഒരു സക്സസ് ആണെന്നുള്ളതും ഒരു ബ്യൂട്ടി ആണെന്നുള്ളതും അവർക്ക് ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു അവരെക്കുറിച്ച് തന്നെ വളരെ ശക്തമായ. അതെല്ലാം ഇപ്പം താഴ്ന്ന് ലോസ് എനർജിയിൽ നിൽക്കുന്നു. അതായത് കർമ്മ എനർജിയിൽ നിൽക്കുന്നു. ഇപ്പം പൂർണ്ണമായിട്ടും ഒരു സീറോ എനർജിയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ്റെ എനർജി ഒരു ടെലിപ്പതി എനർജി പോലെ അവരിലേക്ക് കണക്റ്റഡ് ആവുകയും അവരത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇരട്ടിയായിട്ടെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം അനുകൂലമാകുന്നു, കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ, അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട വ്യക്തികളെല്ലാം, നിങ്ങൾക്ക് വിധിച്ച വ്യക്തികളെല്ലാം നിങ്ങളിലേക്ക് റീയൂണിയൻ എനർജിയിലേക്ക് വരാൻ പോകുന്നു. അപ്പം കുറേ ആളുകൾക്ക് ഉടനെ തന്നെ ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട്. ബ്ലോക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്നുവെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു റീയൂണിയൻ എനർജി അവിടെയും കണക്റ്റഡ് ആകുന്നുണ്ട്. അതൊരു പൂർണ്ണതയോട് കൂടിയാണ് വരുന്നതെങ്കിലും തേർഡ് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് തേർഡ് സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ചിട്ടല്ല നിങ്ങളിലേക്ക് വരുന്നത്. തേർഡ് പാർട്ടിയുടെ പ്രസൻസോട് കൂടി നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, അതായത് തേർഡ് സിറ്റുവേഷൻസ് ഒന്നുമില്ലാതെ കുറച്ച് ഈഗോയുടെ എനർജി, ഒരു ഈഗോ കാരണമൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു കോള്, മെസ്സേജ്,
അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന്, നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് എന്നൊക്കെ പ്രകടിപ്പിക്കാൻ കുറച്ച് വിമ്മിഷ്ടമുണ്ടായിരുന്നു, അതിനകത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തികൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ ചിലരുടെ എനർജിയിൽ ഇംബാലൻസിങ് എനർജി ഉണ്ടായിരുന്നു, അതായത് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഒരു ബാലൻസ് ഇല്ലായ്മ തോന്നിയെങ്കിൽ അവിടെയും ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിലൊരു എന്താ പറയുക, കുറച്ചും കൂടി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് നിങ്ങളിൽ ആരൊക്കെയാണോ ഉയർച്ചയിലേക്ക് പോയിരിക്കുന്നത്, നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്കൊരു ഈഗോ പോലെ അല്ലെങ്കിൽ ഒരു ജലസി പോലെ നിൽക്കുകയാണ് കേട്ടോ. ഒരു ലജ്ജാകരമാകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക്, ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു സക്സസ് എനർജിയിലേക്ക് പോയ വ്യക്തികളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാൻ. പക്ഷേ അവർക്ക് വല്ലാത്തൊരു ജലസി എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മടിപ്പ്, നിങ്ങളുടെ ഫേസ് ടു ഫേസ് നോക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവർക്ക് വല്ലാത്തൊരു ജാള്യത ഫീൽ ചെയ്യുന്ന എനർജി നമുക്ക് കാണുന്നുണ്ട്. എന്താണെങ്കിലും കുറേ നിങ്ങളുടെ റിലേഷനിൽ മാറ്റം വരുന്നുണ്ട്, കുറ്റബോധമുണ്ട്, ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ്റെ എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഇതിനകത്തൊരു മദർ എനർജി അല്ലെങ്കിൽ ഒരു വിഡോ എനർജി അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ്, നിങ്ങളുടെ പേഴ്സണേക്കാളും കുറച്ചുകൂടി ഏജ്ഡ് ആയ വ്യക്തിയുടെ പ്രസൻസാണ് നമുക്ക് ഒരു ബ്ലോക്ക് പോലെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതൊരു ശാശ്വതമാകുന്ന തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതിനൊരു എൻഡിങ് ഉണ്ടാകും. എന്താണെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ ശരിക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടെലിപ്പതി എനർജി പോലെ അത് നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.